ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവെ ചാനൽ. LIK ലവ് ഇൻഷുറൻസ് കമ്പനി പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി, SK സൂര്യ എന്നിവരെ പ്രധാന വേഷത്തിലാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. സോ ഇത് ഒരുപാട് മുമ്പേ റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പല പോസ്റ്റ്പോണിന് ശേഷം ഇപ്പോൾ April 10, 2026 ഇവർ റിലീസ് ചെയ്യാനിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ അവർ ഒരു തേർഡ് സിംഗിൾ എന്ന പോലെ അടാവടി എന്ന ടൈറ്റിലുള്ള ഒരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ആൻഡ് മ്യൂസിക് ബൈ റോക്ക് സ്റ്റാർ അനിരുദ്ധ്. റോബോട്ടാ റൗഡി പിക്ചേഴ്സ്, 7 സ്ക്രീൻ സ്റ്റുഡിയോ. അതിന്റെ തന്നെ ആ ട്രെൻഡിങ് ഇത് പിടിച്ചോ. എന്താ ആരെ വരും കത്തിയില് PR. അടാവടി ആള് വന്നായി. ഈ പാട്ട് എനിക്ക് കേട്ടപ്പം ഒരു രണ്ട് പാട്ടുമായിട്ട് റിസംബ്ലൻസ് ചെറുതായിട്ട് തോന്നി. നിങ്ങള് അതായത് പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ പിസ്ത സുമാക്കിറായ പോലെ, അതുപോലെ ആ ഒരു എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഡുമക്കുട്ടില്ല നിങ്ങളൊരു ക്രിക്കറ്റ് തമിഴ്നാട് പ്രീമിയർ ലീഗിൽ വേണ്ടി അവർ ക്രിക്കറ്റിന്, അതും എനിക്കൊന്ന് അനിരുദ്ധാണ് അതും കമ്പോസ് ചെയ്തിട്ടുള്ള ആ പാട്ടും. അപ്പൊ ആ ഒരു മൂഡ് തോന്നി. സെയിം എന്നല്ല, ആ ഒരു മൂഡ് എനിക്ക് തോന്നി. അതുപോലെ കാരണം ഈ തുടക്കത്തിൽ തന്നെ ഈ പാട്ടിന്റെ തുടക്കത്തിൽ കാണിച്ച സ്ഥലവും പിള്ളേര് ആ ഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഒരു ക്രിക്കറ്റ് സോങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇതെനിക്കൊന്ന് ഫൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടായിരിക്കും. പിന്നെ അനിരുദ്ധ് അറിയാമല്ലോ, ഇതുപോലത്തുള്ള സാധനങ്ങളൊക്കെ കിട്ടില്ലായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അനിരുദ്ധും PR. റോഗേഷ് ഹൈസൻബർഗ്, വിഘ്നേശ്വരനൊക്കെയാണ് എഴുതിയത് പാട്ട്. ആളെ വരും കത്തിക്കും ഞങ്ങളെ ഗ്രൗണ്ട്. ഈ രണ്ട് പിള്ളേര് എനിക്ക് തോന്നുന്നത് വിഘ്നേഷ് ശിവന്റെ മക്കളെന്നാണ് തോന്നുന്നത് ഡയറക്ടർ ഈ സിനിമയുടെ. ഉയിരാൻ ഉലകം എന്നാണെന്ന് തോന്നുന്നത് രണ്ട് പിള്ളേരുടെ പേര്. ആ പിള്ളേര് കാരണം ഈ പാട്ടിൽ സംബന്ധമേ ഇല്ലാതെ രണ്ട് പിള്ളേര് പറഞ്ഞെങ്കിൽ ആ പിള്ളേര് തന്നെ ആയിരിക്കണം. തന്നെ ആ പിള്ളേര് തന്നെ മക്കളെ കണ്ടുവന്നിട്ടുണ്ട് സിനിമയിൽ. അതിനെടുത്ത് വരും കത്തിയും. എന്താ ഉണ്ടാക്കിയിട്ട് വിഘ്നേഷ് ശിവൻ, പ്രദീപ് രംഗനാഥൻ, അനിരുദ്ധ് എല്ലാവരും ഒരുമിച്ച് ഡാൻസ് കഴിഞ്ഞിട്ടുണ്ട്. PR. പ്രദീപ് രംഗനാഥൻ. അനിരുദ്ധ് എങ്ങനെയാണ് അനിരുദ്ധിന് മാത്രം ഇതുപോലെ ഫാസ്റ്റ് നമ്പർ കിട്ടണമെന്ന് അറിഞ്ഞുകൂടാ. അതിന് ഒരു പഴയ ഒരു എന്താ പറയാ കമ്പാരിസണിൽ അവർ മാറി വൈബിലേക്ക് പോയിട്ടുണ്ട്. അപ്പോഴത്തെ ആ ഒരു അടിയും പിടിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മ്യൂസിക് വരുന്നുണ്ട്, ഡ്രമ്മൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫാസ്റ്റ് നമ്പറിനെ കൊണ്ടുവന്ന് ഇതെനിക്ക് തോന്നുന്നു കേട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നു. ഷുവറാണ്, കാരണം A4 അടാവടി അങ്ങനെ കേട്ട് വരുമ്പോൾ.
ഈ പടം തന്നെ തോന്നുന്നു റോബോട്ട് പുല്ല ബലിന്റെ ബലി ബലി വലിയതാവാ പുതിയ പേര് കേട്ട വലിയ സ്റ്റാറൊക്കെ വെച്ച് പ്രൊഡ്യൂസർ നയൻതാരയെ കൊണ്ടുവരും അടാവടി എന്നാണ് പാട്ടിന്റെ പേര് പാടിയിരിക്കുന്നത് ആൻഡ് മ്യൂസിക് എല്ലാം തന്നെ നന്നായിട്ടുണ്ട് ആൻഡ് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ എനിക്ക് ആ ഒരു റെസംബ്ലൻസ് തോന്നിയിരുന്നു കാരണം ആ ഒരു ഫാസ്റ്റ് നമ്പർ പോലെ എനിക്ക് തോന്നി കാരണം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു നമ്മളൊരു ക്രിക്കറ്റ് പാട്ട് അതായത് ഞാൻ ഈ അനിരുദ്ധിന്റെ തന്നെ ഈ ഡമ്മക്കുള്ള ഡുമുക്കുള്ള തമിഴ്നാട് പ്രീമിയർ ലീഗ് ആൻതം ക്രിക്കറ്റിനെ കേൾക്കുമ്പോൾ തന്നെ അങ്ങ് മനസ്സിലാവും ആൻഡ് ഇത് എനിക്ക് ഫൈറ്റ് സീനിലൊക്കെ ഇടാനുള്ള പാട്ടെന്നാണ് തോന്നുന്നത് ഫൈൻ സീനിലല്ല പിന്നെ ഇന്റർവെല്ലിൽ പഞ്ചിലൊക്കെ ചിലപ്പോൾ വരാനുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഈ പാട്ടിൽ തന്നെ ഉണ്ട് പാട്ട് കിടിലനായിട്ടുണ്ട് ഫാസ്റ്റ് നമ്പറാണ് കിടിലം ബീറ്റും ആണ് പാടിയിരിക്കുന്നതും സൂപ്പറാണ് അതിൻ്റെ ഹുക്ക് തന്നെ സൂപ്പർ എഫോർ അടാപടി തുറത്തിയടി വലുത്തിയടി അങ്ങനെ സ്പീഡ് പാട്ട് പാടുന്നുണ്ട് ആൻഡ് അത് പോരാന്ന് തന്നെ മ്യൂസിക്കും നല്ല രീതിക്ക് വരുന്നുണ്ട് ആൻഡ് ഇത് ഉറപ്പായിട്ടും ട്രെൻഡിങ് ലിസ്റ്റിൽ കയറും ട്രെൻഡിങ് ലിസ്റ്റിൽ കയറ്റും അതിൽ വേറെ സംശയമൊന്നുമില്ല ആൻഡ് എനിക്ക് മാത്രം എങ്ങനെയാണ് ഈ ഫാസ്റ്റ് നമ്പേഴ്സ് കാരണം പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു ഓറ എന്ന് പറയുന്നത് ഫാസ്റ്റ് നമ്പേഴ്സ് മടുപ്പിക്കാതെ അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പേഴ്സ് എത്രത്തോളം ഒരുപാട് കൊണ്ടുവരിക എല്ലാവരും പറയും ഇത് കോപ്പിയാണടേ അല്ലെങ്കിൽ ഇത് മറ്റേ സോങ്ങിന്റെ പാതിയാണടേ അല്ലെങ്കിൽ ഇത് മറ്റേ സോങ്ങിനെ കുറിച്ച് അതിന്റെ ശേഷം വന്നതാണ് എന്നൊക്കെ പറയും എന്നിട്ട് സെയിം പറയുന്നത് തന്നെ രണ്ടാമത്തെ ദിവസം വൈബടിക്കും അതാണ് അനിരുദ്ധിന്റെ പാട്ട് ആൻഡ് ഇപ്പൊ നോക്കി ഈ പാട്ടൊക്കെ ആയിരിക്കും അടുത്ത് ഇനിയിപ്പം റീൽസിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ ഫോട്ടോസ് ആയിട്ടും വരാൻ പോകുന്നത് കാരണം അനിരുദ്ധിന്റെ ആ ഒരു അൺമാച്ചബിൾ ഓറ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ പാട്ടും ട്രെൻഡിങ് ലിസ്റ്റിൽ കയറുമെന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട ആൻഡ് ഇത് 6 മണിക്ക് എന്താണ് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബട്ട് ലേറ്റായി 7 മണിക്കാണ് റിലീസ് ചെയ്തത് ആൻഡ് ഇതുപോലെ തന്നെ പട്ടുമ സോങ് ഇവർ ഇതേപോലെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഓഡിയോ സോങ് ആണ് റിലീസ് ചെയ്തത് എന്നിട്ട് 2-3 മണിക്കൂറിന് ശേഷമാണ് അവർ വീഡിയോ സോങ് റിലീസ് ചെയ്തത് ബട്ട് ഇത് നേരത്തെ തന്നെ വീഡിയോ സോങ് ആയിട്ട് തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ അടാപടി ഞാൻ പറഞ്ഞില്ലേ ട്രെൻഡിങ് സാധനം വെച്ച് അനിരുദ്ധ ആ ഒരു സാധനം പിടിക്കുന്നത് ഇപ്പം ട്രെൻഡിങ് ആണ് ഫാ ഫാ എന്നുള്ളത് അത് ഈ പാട്ടിൽ കയറ്റിയിട്ടുണ്ട് ആ ഒരു ട്രെൻഡിങ്ങിൽ ഇനി ഫായൊക്കെ അടിക്കുമ്പോൾ ഈ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴും ഫാ എന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ പാട്ടിൽ അത് വരും ഫാ ഫാ എന്ന് നമ്മൾ വരും അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ പാട്ടും വരും അപ്പോൾ ആ ഒരു ട്രെൻഡിങ് എങ്ങനെ കയറ്റുക എന്നുള്ളത് ഇതിനോടകം തന്നെ ഇതിന് മുമ്പും അനിരുദ്ധ ഇതുപോലെ കുറേ ട്രെൻഡിങ് ഒക്കെ ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ കൂലിയിൽ ചെയ്തപ്പോൾ സെയിം മൈനയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ബ്രേക്കിംഗ് ബാഡ് ഐറ്റംസ് ഒക്കെ അങ്ങനെ അനിരുദ്ധിന് ആ ഒരു ട്രെൻഡിങ് സാധനങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എല്ലാവരും എങ്ങനെയെങ്കിലും ട്രെൻഡിങ് ആക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ അനിരുദ്ധിന് അറിയാം അപ്പോൾ ആ ഒരു പിച്ച് ആ ഒരു മ്യൂസിക് ഡയറക്ടറിന് അറിയാമെന്നുള്ളതുകൊണ്ട് ആ ഒരു പിച്ചിൽ തന്നെ അനിരുദ്ധ് കൊണ്ടാടും അത് തന്നെയാണ് അനിരുദ്ധിൻ്റെ ഒരു എന്താ ഒരു ഹൈപ്പായിട്ട് ഞാൻ കരുതുന്നത് കാരണം പുള്ളിക്ക് അറിയാം എങ്ങനെ വേണം എങ്ങനെ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത് അതുപോലെ തന്നെയാണ് അടാവടി ഈ സോങ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ ഉണ്ട് സോങ് ഇത് നോക്കിയോ ഈ IPL ഈ പാട്ടായിരിക്കും ഇനി ഓടാൻ പോകുന്നത് വല്ല ഒരു സെഞ്ചുറിയോ അല്ല 4 എല്ലാം അടിച്ച് വരുമ്പോൾ ഈ പാട്ടായിരിക്കും ഇനി ഓടാൻ പോകുന്നത് അടാവടി കലക്കിയിട്ടുണ്ട്